നമസ്കാരം. അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം മണ്ണും മാനവും കാത്തുസൂക്ഷിക്കാൻ ചങ്കുറ്റം കാണിക്കുന്ന ഭരണകൂടമാണ് ഇറാൻ. ആധുനിക ലോകം വൻ ശക്തികളുടെ സാമ്പത്തിക ഭീഷണികൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ കരുത്തുറ്റ സ്വരവുമായി ഇറാൻ ലോകത്തിന് മാതൃകയാവുകയാണ്. ഈ നിലപാടിൽ ഏറ്റവും പുതിയ പ്രകടനമായിരുന്നു 2026 ജനുവരി 16 ഇറാനിലെ ടെഹ്റാനിൽ നടന്ന വെള്ളിയാഴ്ച പ്രാർത്ഥന. ആ ദിവസം മുതിർന്ന മത പുരോഹിതനായ അഹമ്മദ് ഹദാമി നടത്തിയ പ്രസംഗം രാജ്യത്തിനകത്തും പുറത്തും ശ്രദ്ധ നേടിയതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ നേതൃത്വത്തെയും നേരിട്ട് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മുന്നറിയിപ്പ് ഇറാനെ അസ്ഥിരമാക്കാനുള്ള ഏതൊരു ശ്രമത്തിനും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഇറാനിൽ വ്യക്തമാക്കിയത്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വാക്കുകളെ അതിരൂക്ഷമായി ചിത്രീകരിച്ചു എങ്കിലും ഇറാന്റെ കാഴ്ചപ്പാടിൽ അത് രാജ്യത്തിന്റെ സുരക്ഷയും അസ്തിത്വവും സംരക്ഷിക്കാനുള്ള തുറന്ന നിലപാടാണ്. ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു ഭീഷണിയെയും മുളയിലേ നുള്ളാൻ ആ രാജ്യം സജ്ജമാണ് എന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നു ഹദാമിയുടെ വാക്കുകൾ. ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെയും വിരട്ടലുകൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇവർക്കുള്ള കനത്ത പ്രഹരം കൂടിയാണ് ഇറാന്റെ നിലപാട്. ട്രംപിനെയും നെതന്യാഹുവിനെയും പരാമർശിച്ച ഹദാമി ഇറാനെ അസ്ഥിരമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയത്. അതേസമയം ഇറാൻ സ്വീകരിക്കുന്ന ഈ നിലപാട് ഒരു നിമിഷത്തെ രാഷ്ട്രീയ പ്രകടനമല്ല. അത് വർഷങ്ങളായുള്ള പ്രതിരോധം സ്വന്തം സ്വഭാവമാക്കിയ ഒരു ജനതയുടെ ദേശീയ ആത്മവിശ്വാസത്തിന്റെ സ്വാഭാവികമായ പ്രകടനമാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പ്രതിരോധ ചട്ടക്കൂടിലൂടെ മേഖലയിലെ അധിനിവേശ ശ്രമങ്ങളെ നേരിടുന്നതിൽ ഇറാൻ വഹിക്കുന്ന നേതൃത്വ ഭൂമിക ഇന്ന് അമേരിക്കയെയും അതിന്റെ സഖ്യകക്ഷികളെയും യാഥാർത്ഥ്യമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ആകെ ഒരു മുഷിപ്പ് തോന്നിക്കുന്നുണ്ട്. ടെഹ്റാനിൽ നിന്നും ഇറാനിലെ തെരുവുകളിൽ നിന്നും ഉയരുന്ന ഈ ശബ്ദം ഒരേ ഒരു കാര്യം മാത്രമാണ് വ്യക്തമാക്കുന്നത്: പേർഷ്യൻ കരുത്ത് ഇനി അതിർത്തികൾ ഒതുങ്ങി നിൽക്കില്ല, അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ല എന്നതും, അല്ലെങ്കിൽ ഒതുക്കി നിർത്താൻ സാധ്യമല്ല എന്നതും. സാമ്രാജ്യത്വ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാതെ നിലകൊള്ളുന്ന ലോകമെമ്പാടുമുള്ള ജനതകൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും പകരുന്ന ഒരു ശക്തമായ പ്രചോദനമായി മാറിയിരിക്കുന്നു. അതേസമയം ഇറാഖിൽ നിന്നുള്ള ഷിയ പോരാളികൾ മതതീർത്ഥാടനത്തിന്റെ മറവിൽ ഇറാനിലെത്തി എന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആരോപണങ്ങളെ ഇറാൻ നിഷ്പക്ഷം തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ നിഷ്പ്രയാസം തന്നെ അവ തള്ളിക്കളയുന്നു. ഇത്തരം റിപ്പോർട്ടുകളിൽ ഇറാന്റെ സുരക്ഷാ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രചരണമാണ് എന്നതാണ് ഔദ്യോഗിക നിലപാട്. രാജ്യത്തെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സഖ്യകക്ഷികളുമായി സഹകരിക്കുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നയതന്ത്ര അവകാശമാണെന്നും ഇറാൻ വിശദീകരിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാൻ ജനതയെ കടുത്ത സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നത്. ഇക്കാര്യം ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ശാസ്ത്ര സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റങ്ങൾ ഇറാന്റെ ആത്മവിശ്വാസത്തിന്റെയും അതിജീവന ശേഷിയുടെയും തെളിവായി ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ നേരിടുന്ന വെറും പ്രതിഷേധങ്ങളല്ല, മറിച്ച് രാജ്യത്തെ ശിഥിലമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ നിഴൽ യുദ്ധത്തെയാണ്. സുരക്ഷാ സേനയ്ക്ക് നേരെയും പള്ളികൾ ഉൾപ്പെടെയുള്ള പൊതു സൗകര്യങ്ങൾക്ക് നേരെയും അക്രമങ്ങൾ അഴിച്ചുവിട്ട ശക്തികൾക്കെതിരെയും ഭരണകൂടം സ്വീകരിച്ച കർശന നടപടികൾ രാജ്യത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാനാണ്. വിദേശ മാധ്യമങ്ങൾ ഇതിനെ അടിച്ചമർത്തൽ എന്ന് വിളിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രത്തിന്റെ അതിജീവനത്തിനായുള്ള നിയമപരമായ സുരക്ഷ നടപടിയാണ്. ആധുനിക ലോകത്ത് പല രാജ്യങ്ങളും വൻ ശക്തിയുടെ സാമ്പത്തിക ഭീഷണികൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കുമ്പോൾ സ്വന്തം അഭിമാനവും ദേശീയ സ്വാതന്ത്ര്യവും കൈവിടാതെ ഉറച്ചു നിൽക്കുന്ന രാജ്യമായി ഇറാൻ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇന്ന് വെറും ഒരു പ്രാദേശിക ശക്തിയല്ല, മറിച്ച് ഇന്നിന്റെ ഇറാൻ പശ്ചിമ ഏഷ്യയിലെ രാഷ്ട്രീയ ദിശ തന്നെ സ്വാധീനിക്കുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ രാജ്യം മുന്നോട്ടു പോകുന്നത് വെറും രാഷ്ട്രീയ അധികാരം നിലനിർത്താനുള്ള ശ്രമമല്ല, മറിച്ച്
ദേശീയ ഐക്യവും പരമാധികാരവും സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലനമാണ്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ആക്രമണ തന്ത്രമില്ല. അത് വിദേശ ആധിപത്യത്തെയും ഇടപെടലുകളെയും ചെറുക്കാനുള്ള ഒരു പ്രതിരോധ ശൃംഖലയാണ്. ഈ പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദു ഇറാന്റെ ആത്മീയ നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടുകളാണ്. വൻ ശക്തിയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഭേദം പോരാടി മരിക്കുന്നതാണ് എന്ന ആത്മീയവും രാഷ്ട്രീയവുമായ ദർശനമാണ് ഇറാനെ മുന്നോട്ട് നയിക്കുന്നത്. മുതിർന്ന നേതൃത്വം നൽകുന്ന ആഹ്വാനങ്ങൾക്ക് കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തൊട്ടുണർത്തുന്ന കൽപ്പനകളാണ്.